ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഉച്ചമയക്കത്തിലായിരുന്ന വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച ചേച്ചിയുടെ സൈക്കിളുമായി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് പാലക്കാട് പേരൂർ സ്വദേശിയും 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഋത്വിക്. പോയ അതേ വേഗത്തിൽ ഋത്വിക് വീട്ടിലേക്ക് ഓടിക്കയറി. ഉറക്കത്തിലായിരുന്ന വീട്ടുകാരെ വിളിച്ചെഴുന്നേൽപ്പിച്ച വീടിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റ് തകർന്ന വൈദ്യുതി ലൈൻ നിലത്ത് വീണ് കിടക്കുന്നുവെന്ന് അറിയിച്ചു. അപ്പോഴാണ് നിരവധി പേർ സഞ്ചരിക്കുന്ന പേരൂർ റോഡിൽ അപകടക്കെണിയായി കിടന്നിരുന്ന ആ വൈദ്യുതി ലൈൻ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. പുറത്തു കൂടെ സൈക്കിൾ ഓട്ടി കളിക്കുമ്പോൾ പോസ്റ്റ് മറന്നത് കണ്ടു. അമ്മമ്മടുത്ത് പറഞ്ഞിട്ട് മാമൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കറണ്ട് കട്ട് ചെയ്തു. വീട്ടിലെത്തിയതും അമ്മൂമ്മയോടാണ് ഋത്വിക് വിവരം ആദ്യം പറഞ്ഞത്. അമ്മാവനായ പ്രശാന്തിനെ കൊണ്ട് നിർബന്ധിച്ച് KSEBയിൽ വിളിച്ച് കാര്യവും അറിയിച്ചു. റിച്ചു സൈക്കിൾ ചവിട്ടി കളിച്ച് വരികയാണോ? അപ്പോൾ ഓടി വന്നിട്ട് അമ്മ പോസ്റ്റ് വീണ് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ ചീത്ത പറഞ്ഞു, നീ കണ്ടിട്ടില്ല എന്താണ് പറഞ്ഞു. പിന്നെ ഞാനും ഭർത്താവും കൂടി വന്ന് നോക്കി. അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പോസ്റ്റ് വീണ്ട് ഉടനെ വിളിച്ച് കറണ്ടുള്ളതല്ലേ പറഞ്ഞു. അവൻ കണ്ടുകൊണ്ട് ഓടി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. പോകുന്ന വഴി വണ്ടികളും എല്ലാം വരുന്ന വഴിയാണേ. അപ്പോൾ പിന്നെ വല്ല അപകടവും പറ്റിപ്പോയാലോ, കറണ്ടും ഉള്ളതല്ലേ. അപ്പോൾ വേഗം വിളിച്ചു പറഞ്ഞു. കാരണം വെച്ചാൽ എല്ലാവരും ഊണ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു ഉച്ചയ്ക്ക് നേരം കിടക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ കടന്നു വന്ന് ഇവൻ അതിൻ്റെ ഇടയിൽ സൈക്കിൾ എടുത്തിട്ട് പോയത് ആരും കണ്ടതുമില്ല. പോയി വന്ന് വീട്ടുകാരോട് വന്ന് പറയുമ്പോഴാണ് എല്ലാവരും കണ്ടത്. KSEB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച പുതിയ പോസ്റ്റ് സ്ഥാപിച്ച അപകടം ഒഴിവാക്കി. പിന്നീട് അധികൃതർ അന്വേഷിച്ചപ്പോഴാണ് നാടിനെ കാത്ത ആ 2ാം ക്ലാസ്സുകാരനെ കുറിച്ച് അറിഞ്ഞത്. ഉടൻ ഋത്വിക് പഠിക്കുന്ന പേരൂർ ASB LP സ്കൂളിലെത്തി അധികൃതർ ഋത്വിക്കിനെ ആദരിച്ചു. നമ്മുടെ ഈ പ്രദേശത്തിന്റെ കൂടെ ഒരു അഭിമാനമായിട്ട് കാണുകയാണ്. പേരൂർ സ്കൂളിന് മാത്രമല്ല, ഈ പ്രദേശത്തിന്റെ അഭിമാനമായി നമ്മുടെ മാസ്റ്റർ ഋത്വിക് മാറിയിരിക്കുകയാണ്. ഇത് നമ്മൾ മാസ്റ്റർ ഋത്വിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ പാടത്ത് നടക്കാവിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ അഞ്ജലി ദമ്പതികളുടെ മകനാണ് ഋത്വിക്. ഒരുപക്ഷെ ഒരുപാട് പേരുടെ ജീവൻ ആപത്താവുമായിരുന്ന അപകടമാണ് ഋത്വിക്കിന്റെ ഇടപെടലിൽ ഒഴിവായത്. ഋത്വിക് നടത്തിയ ആ നല്ല ഇടപെടലിന് ലോകത്തെ മുഴുവൻ ഇടങ്ങളിൽ നിന്നും അഭിനന്ദനങ്ങൾ എത്തുകയാണ്.